നമസ്കാരം. ധർമ്മസ്ഥലയിൽ വർഷങ്ങൾക്ക് മുൻപ് നിരവധി സ്ത്രീകളെ കൊന്നു കുഴിച്ചിടാൻ സഹായിച്ച ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് നടപടികൾ എടുക്കാത്തത് ദുരൂഹമായി തുടരുന്നു. അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന സമ്മർദ്ദം ശക്തമാണ്. കോളിളക്കം ഉണ്ടായിട്ടും SI തലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോഴും കേസ് അന്വേഷിക്കുന്നത്. ഇത് ദുരൂഹമാണ്. അതിനിടെ മുതിർന്ന അഭിഭാഷകരുടെ സംഘം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ സന്ദർശിച്ച് അന്വേഷണം പ്രത്യേക സംഘത്തെ ഏൽപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു. വൻ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്നാണ് പരാതി. നിഷ്പക്ഷവും കർശനവുമായ അന്വേഷണം വേണം. സമഗ്ര ഫോറൻസിക് പരിശോധന, അതിന്റെ വീഡിയോ ചിത്രീകരണം തുടങ്ങിയവ വേണമെന്നും ആവശ്യപ്പെട്ടു. താൻ കുഴിച്ചെടുത്തത് എന്നവകാശപ്പെട്ട് എല്ലുകളുമായി പരാതിക്കാരൻ കഴിഞ്ഞ 11-ന് ബദഗങ്ങാടി കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നു. സ്ഥലത്ത് കുഴിച്ച് പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഒരാഴ്ചയായിട്ടും നടപടി തുടങ്ങിയിട്ടില്ലെന്നതാണ് വിവാദമായി മാറുന്നത്. പരിസരവാസികളും പോലീസ് നീക്കങ്ങളിൽ ദുരൂഹത കാണുന്നുണ്ട്. ക്ഷേത്രത്തിൽ 1995-2014 കാലത്ത് ജോലി ചെയ്ത ആളുടേതാണ് ഭയപ്പെടുത്തുന്ന വെളിപ്പെടുത്തൽ. സ്ത്രീകളുടെ മൃതദേഹങ്ങളിൽ പലതിനും വസ്ത്രമോ അടിവസ്ത്രമോ ഇല്ലായിരുന്നു. ചിലതിൽ ലൈംഗികാതിക്രമത്തിന്റെ വ്യക്തമായ ലക്ഷണമുണ്ടായിരുന്നു. വിദ്യാർത്ഥിനികളടക്കം 100-ലധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും കുഴിച്ചിടുകയും ചെയ്തു. ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ ഇയാൾ നൽകിയ മൊഴി ഇങ്ങനെയാണ്. സ്വന്തം കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച വിവരമറിഞ്ഞ ഇയാൾ ധർമ്മസ്ഥലയിൽ നിന്ന് ഒളിച്ചോടി. അയൽ സംസ്ഥാനങ്ങളിൽ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷം തിരിച്ചെത്തിയായിരുന്നു വെളിപ്പെടുത്തൽ. പരാതിക്കൊപ്പം ആധാർ കാർഡും പഴയ ജീവനക്കാരുടെ തിരിച്ചറിയൽ കാർഡുമടക്കം പോലീസിൽ നൽകിയിട്ടുണ്ട്. വെളിപ്പെടുത്തലിന് ശേഷം മകളുടെ തിരോധാനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് MBBS വിദ്യാർത്ഥിനി അനന്യ ഭട്ടിന്റെ അമ്മ വീണ്ടും രംഗത്ത് വന്നു. 2003-ൽ ധർമ്മസ്ഥലയിലെ കോളേജിലേക്കുള്ള യാത്രക്കിടെയാണ് അനന്യയെ കാണാതായത്. CBIയിലെ മുൻ സ്റ്റെനോഗ്രാഫറായ അമ്മ സുജാത 11-നാണ് പരാതി നൽകിയത്. 2012-ൽ ധർമ്മസ്ഥലയിൽ 17-കാരിയായ സൗജന്യ എന്ന വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസ് കർണാടകത്തെ ഞെട്ടിച്ചിരുന്നു. CBI അന്വേഷണം നടന്നെങ്കിലും ആരെയും ശിക്ഷിക്കാനായില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. സമാന സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളത്. 2003-ൽ സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല ക്ഷേത്ര ദർശനത്തിന് പോയ മകൾ അനന്യ ഭട്ടിനെ കാണാതായെന്ന പരാതിയുമായി അമ്മ സുജാത ഭട്ടാണ് ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ അരുണിന് പരാതി നൽകിയത്. മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ 1-ാം വർഷ MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ 2003-ൽ സഹപാഠികളോടൊപ്പം ധർമ്മസ്ഥലയിലേക്ക് യാത്ര പോയി. ക്ഷേത്രത്തിൽ വെച്ച് അനന്യയെ കാണാതായതായി സഹപാഠിയായ രശ്മി അറിയിച്ചു. തുടർന്ന് മകളെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. അനന്യ താമസിച്ച ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ ദിവസങ്ങളായി മകളെ കാണാനില്ലെന്ന വിവരമാണ് കിട്ടിയതെന്ന് സുജാത ഭട്ട് പറയുന്നു. കൊൽക്കത്തയിൽ CBI സ്റ്റെനോഗ്രാഫറായിരുന്ന സുജാത ഭട്ട് ജോലി രാജിവെച്ച് മകളെ അന്വേഷിച്ച് ധർമ്മസ്ഥലയിലെത്തി. ധർമ്മസ്ഥല പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. ധർമ്മസ്ഥലയിലെ ഒരു ശുചീകരണ തൊഴിലാളി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായും കോടതിയിൽ ഒരു തലയോട്ടി കൈമാറിയതായും അറിഞ്ഞാണ് ഇവർ പരാതി നൽകാൻ തയ്യാറായതെന്ന് സുജാതയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം കുറ്റകൃത്യം നടത്തിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ സാക്ഷിയും പരാതിക്കാരനുമായ വ്യക്തി മജിസ്ട്രേറ്റിന് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ തന്നെയാണ് ഇരകളെ കുഴിച്ചുമൂടിയത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും അതിന് പിന്നാലെ FIR രജിസ്റ്റർ ചെയ്തിട്ടും കേസ് അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല. വളരെ ഗൗരവമുള്ള ആരോപണങ്ങളായി കൂടി കേസ് അന്വേഷിക്കുന്നത് ഡെപ്യൂട്ടി SP-ക്ക് കീഴിലെ സബ് ഇൻസ്പെക്ടർ ആണെന്നത് ആശങ്ക ജനിപ്പിക്കുന്നതാണെന്നാണ് ആരോപണം. ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഏറെ ഗൗരവമുള്ളതാണ്. കൂട്ടബലാത്സംഗം, കൊലപാതകം, നിയമവിരുദ്ധമായ ശവസംസ്കാരം തുടങ്ങിയ കുറ്റങ്ങളാണ് ഉയർന്ന രാഷ്ട്രീയ സാമൂഹിക സ്വാധീനമുള്ള വ്യക്തികൾക്കുമേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രാദേശികമായി നടത്തുന്ന അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയും കൃത്യതയും സംശയകരമാണെന്നും അഭിഭാഷകൻ പറയുന്നു. ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കോടതിയുടെ മേൽനോട്ടത്തോടെ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നാണ് സംഘത്തിന്റെ പ്രധാന ആവശ്യം. അന്വേഷണത്തിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി പകർത്തണം. ക്രൈം നടന്ന സ്ഥലം വിശദമായി പരിശോധിക്കണം. കുറ്റം ചെയ്തതായി സംശയിക്കുന്നവരെ സ്ഥാനമാനങ്ങൾ കണക്കിലെടുക്കാതെ ഉടനടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അഭിഭാഷക സംഘം ഉന്നയിക്കുന്നത്.